നമ്മുടെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് പുതുമയുള്ള കാര്യമല്ലെങ്കിലും ഹിമന്ത് ബിശ്വ ശർമ്മയുടെ വിലയിരുത്തലുകൾ നമുക്ക് കാര്യമായി തന്നെയാണ് തോന്നുന്നത്. പ്രിയങ്ക ഗാന്ധിയെ കാണുന്നതിനേക്കാൾ കാസിരംഗ പാർക്കിലെ കാണ്ടാമൃഗങ്ങളെ കാണുന്നതാണ് നല്ലത് എന്നാണ് ഈ ജനസഞ്ചയം പങ്കെടുത്ത റോഡ് ഷോ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിപ്പെട്ടപ്പോൾ അസം മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടത്. 2004 സമാനമായ സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നതെന്നും അതനുസരിച്ച് നോക്കിയാൽ LDF തന്നെയായിരിക്കും നേട്ടമെന്നുമാണ് അവലോകനത്തിന് ഒടുവിൽ KPCC കണ്ടെത്തിയത്. അത് മാത്രമല്ല, മലപ്പുറത്തും പൊന്നാനിയിലും കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ എത്താതിരുന്നതും ലീഗിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. 2024 നടക്കുന്ന തെരഞ്ഞെടുപ്പിനൊടുവിൽ കേരളത്തിൽ BJP അധികാരത്തിൽ എത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് അസമിലുണ്ടായ ഒരു രാഷ്ട്രീയ മാറ്റം തന്നെയാണ്. നമസ്കാരം. അസമിലുണ്ടായ ഒരു രാഷ്ട്രീയ മാറ്റം, അതിൽ അസമിൽ നിന്നുള്ള ഹിമന്ത് ബിശ്വ ശർമ്മ BJPയിലേക്ക് ഒടുവിൽ അസമിലെ മുഖ്യമന്ത്രിയായി മാറി. അങ്ങനെ വന്നപ്പോൾ കോൺഗ്രസിലെ ഉള്ളുകളികളും എല്ലാ പോഴത്തരങ്ങളും, അതുമാത്രമല്ല നേതാക്കന്മാരുടെ ഗുണത്തെക്കുറിച്ചുമൊക്കെ അറിയാവുന്ന ഒരു നേതാവാണ് മറുകണ്ഠം ചാടി BJPയിലേക്ക് എത്തിയത്. പലതും പുറത്താവുകയും ചെയ്തു. നമ്മുടെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് പുതുമയുള്ള കാര്യമല്ലെങ്കിലും ഹിമന്ത് ബിശ്വ ശർമ്മയുടെ വിലയിരുത്തലുകൾ നമുക്ക് കാര്യമായി തന്നെയാണ് തോന്നുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ ഒരു പരാമർശം നമുക്കൊന്ന് നോക്കാം. അസമിൽ 17 പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് റാലിയോടനുബന്ധിച്ച് നടത്തിയ റോഡ് ഷോയെക്കുറിച്ചായിരുന്നു ഹിമന്ത് ബിശ്വ ശർമ്മയുടെ വിമർശനം. നിരവധി പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കെടുത്തു. അതിനെ നോക്കിയായിരുന്നു പരിഹാസം. ഇതിനേക്കാൾ നല്ലത് കാണ്ടാമൃഗങ്ങളെ കാണുന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിയെ അമുൽ ബേബി എന്നാണ് വിശേഷിപ്പിച്ചത്. പൊതുവെ കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്ന രാഹുൽ ഗാന്ധിയെക്കുറിച്ചും BJP നേതാക്കൾ ഇത്തരത്തിൽ പരാമർശം നേരത്തെയും നടത്തിയിരുന്നതാണ്. പ്രിയങ്ക ഗാന്ധിയെ കാണുന്നതിനേക്കാൾ കാസിരംഗ പാർക്കിലെ കാണ്ടാമൃഗങ്ങളെ കാണുന്നതാണ് നല്ലത് എന്നാണ് ഈ ജനസഞ്ചയം പങ്കെടുത്ത റോഡ് ഷോ സാമൂഹ്യ മാധ്യമങ്ങളിൽ എത്തിപ്പെട്ടപ്പോൾ അസം മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടത്. തേയിലത്തോട്ടങ്ങളിലെ കൂലിയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ കർഷകർക്ക് അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തുമെന്നായിരുന്നു പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്. നേരത്തെ അതിന് ശ്രമിച്ചുവെങ്കിലും BJP ആണ് അധികാരത്തിൽ വന്നത്, കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ല എന്നും അവർ സൂചിപ്പിച്ചിരുന്നു. അതോടൊപ്പം രാജ്യത്തെ ഭരണഘടന നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞത് കേട്ടതോടെ BJP നേതൃത്വം വളരെ വിറളി പിടിച്ചു എന്ന് തന്നെ പറയാം. ഇതേ തുടർന്നാണ് മുൻ കോൺഗ്രസ് നേതാവും ഇപ്പോഴത്തെ BJP മുഖ്യമന്ത്രിയുമായ ഹിമന്ത് ബിശ്വ ശർമ്മ പരിഹാസവുമായി രംഗത്തിറങ്ങിയത്. ഇതാണ് ഉത്തരേന്ത്യയിൽ നടക്കുന്നത് എന്ന് പറയാൻ വേണ്ടി ഇത് പറഞ്ഞു വെച്ചു എന്ന് മാത്രം. അതേസമയം കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി KPCC നടത്തിയ അവലോകനം പാർട്ടി പുറത്തുവിട്ടിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ 2004 ആവർത്തിക്കാനാണ് സാധ്യത എന്നാണ്. 2004 സമാനമായ സാഹചര്യമാണ് കേരളത്തിൽ നിലനിൽക്കുന്നതെന്നും അതനുസരിച്ച് നോക്കിയാൽ LDF തന്നെയായിരിക്കും മുൻതൂക്കമെന്നുമാണ് അവലോകനത്തിനൊടുവിൽ KPCC കണ്ടെത്തിയത്. K സുധാകരനടക്കമുള്ള നേതാക്കൾ പരാജയപ്പെടാനാണ് സാധ്യതയെന്നും KPCC വിലയിരുത്തുന്നുണ്ട്. കണ്ണൂരിൽ സുധാകരനെതിരായി വികാരം ശക്തമാണ്. മിക്ക മണ്ഡലങ്ങളിലും UDF ശക്തമായ മത്സരത്തെ തന്നെയാണ് നേരിട്ടത്. വടകരയടക്കമുള്ള സീറ്റുകളെക്കുറിച്ചും പറയുന്നുണ്ട്. ഈസി വാക്ക് ഓവർ എന്ന നിലയ്ക്കുള്ള ഒരു മത്സരവും എങ്ങും നടക്കുന്നില്ല എന്നുള്ളതാണ് KPCC വിലയിരുത്തിയിരുന്നത്. 2019 വൻ വിജയമുണ്ടായിട്ടും പാർലമെന്റിൽ കേരളത്തിന്റെ ശബ്ദമുയർത്താൻ കോൺഗ്രസ് MPമാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും വളരെ വിമർശനത്തോടു കൂടിയാണ് KPCC നോക്കിക്കാണുന്നത്. സിറ്റിംഗ് MPമാർക്കെതിരെ വലിയ തോതിൽ ജനവികാരമുണ്ടെന്നും പ്രചാരണത്തിനിടയിൽ അത് അനുഭവപ്പെട്ടിരുന്നു എന്നുകൂടിയും വിലയിരുത്തലുകളുണ്ട്. ഇനി രാഹുൽ ഗാന്ധിയുടെ നിലപാടുകളെക്കുറിച്ചും KPCC വിശകലനം ചെയ്തു. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ പല നിലപാടുകളും സുരക്ഷിതമായിരുന്നില്ല. പ്രധാനമായും ലീഗിന്റെ പതാകയ്ക്ക് വയനാട്ടിൽ റോഡ് ഷോയിൽ ഏർപ്പെടുത്തിയ വിലക്ക് തന്നെയാണ് വിമർശനത്തിന് വിധേയമായത്. പതാക വിവാദത്തിൽ കോൺഗ്രസ് BJPക്ക് മുന്നിൽ അടിയറവ് പറഞ്ഞു എന്ന ബോധമാണ് മുസ്ലിം ലീഗിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ കോൺഗ്രസിന് ഒരു തിരിച്ചടി തന്നെ ഉണ്ടാകുമെന്ന് നേതൃത്വം വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, മലപ്പുറത്തും പൊന്നാനിയിലും കോൺഗ്രസിന്റെ ഉന്നത നേതാക്കൾ എന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ എത്താതിരുന്നതും ലീഗിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ദേശീയ നേതാക്കൾ എന്ന നിലയിൽ ഇന്ത്യ മുന്നണിയെ മുന്നിൽ നിന്ന് നയിക്കേണ്ടവരാണല്ലോ ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF താരപ്രചാരകരായിട്ടാണ് പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പ്രവർത്തകർ നോക്കിക്കാണുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ UDF പ്രധാന ഘടകകക്ഷിയായ ലീഗ് മത്സരിക്കുന്നിടത്ത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ പ്രചാരണത്തിനെത്താതിരുന്നത് എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായി തന്നെ ലീഗ് പ്രവർത്തകർക്കിടയിൽ നിലനിൽക്കുന്നു. വയനാട്ടിലെ വോട്ടിൽ ഏറിയ പങ്കും ലീഗിൻ്റെതാണ് എന്നിരിക്കലും
വയനാട്ടിൽ ലീഗിന്റെ കൊടിയുമായി റോഡ് ഷോയ്ക്ക് എത്തിയവരെ അകറ്റി നിർത്തിയതും കൊടി അഴിപ്പിച്ചതും നിലപാടിലുണ്ടായ പിഴവായി തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. അതോടൊപ്പം ന്യൂനപക്ഷത്തെ ഏറ്റവും അധികം ബാധിക്കുന്ന CAA വിഷയത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട് സംഘപരിവാർ രാഷ്ട്രീയത്തെ ഒരു തരത്തിലും നോവിക്കാത്ത നിലപാടായിരുന്നു വടക്കൻ കേരളത്തിൽ കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. ഇതൊക്കെയും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ ദോഷകരമായി തന്നെ ബാധിക്കുമെന്നാണ് KPCCയുടെ അവലോകനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ ചില വെളിപ്പെടുത്തലുകൾ കൂടി നടത്തിയത് നമുക്ക് ഓർക്കേണ്ടിയിരിക്കുന്നു. ഏത് പ്രവർത്തകനും അല്ലെങ്കിൽ കോൺഗ്രസ് അനുഭാവിക്കും ഞെട്ടലുളവാക്കുന്ന പ്രസ്താവന അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതിനു മുൻപ് മലപ്പുറം വണ്ടൂരിൽ പ്രചാരണത്തിന് ഇടെ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് അതിലേക്ക് വരാം. 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിനൊടുവിൽ കേരളത്തിൽ BJP അധികാരത്തിലെത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നത് അസമിലുണ്ടായ രാഷ്ട്രീയ മാറ്റമാണ്. 2016 വരെ അസമിൽ BJP സർക്കാർ അധികാരത്തിൽ വരുമെന്ന് ഒരാളും കരുതിയിരുന്നില്ലെന്നും എന്നാൽ 2 തവണയായി ഇപ്പോൾ BJP തന്നെയാണ് അവിടെ ഭരണം നടത്തുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. എന്താണ് അവിടെ രാഷ്ട്രീയത്തിൽ സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതായത് ഇവിടെ ആ രീതിയിലുള്ള ഒരു വലിയ രാഷ്ട്രീയ മാറ്റം തന്നെ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. ഹിമന്ത് ബിശ്വ ശർമ്മയുടെ ആദ്യകാല രാഷ്ട്രീയത്തെക്കുറിച്ച് നമുക്കെല്ലാം വളരെ പച്ചവെള്ളം പോലെ അറിയാവുന്നതാണ്. ആ പശ്ചാത്തലം കൂടി പരിഗണിച്ചാൽ അതിനുള്ളിലെ രാഷ്ട്രീയാവസ്ഥ ബോധ്യപ്പെടുകയും ചെയ്യും. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകാൻ പോകുന്നു എന്നാണ് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഹിമന്ത് ബിശ്വ ശർമ്മ പറഞ്ഞു വെച്ചത്. എങ്ങനെയാണ് ആ മാറ്റമെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം നേതാക്കൾ പ്രാദേശിക തലത്തിൽ പുതിയ പാർട്ടി ഉണ്ടാക്കാനാണ് പദ്ധതിയിടുന്നത്. തുടർന്ന് അതൊക്കെയും NDAയുടെ ഘടകകക്ഷിയായി അതിലേക്ക് എത്തിപ്പെടും. അങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം കേരളത്തിൽ ഉണ്ടാകും. അതിന്റെ ഭാഗമായുള്ള ചർച്ചകൾ പലപ്പോഴായി ഡൽഹിയിൽ വെച്ച് നടന്നിരുന്നുവെന്നും ഹിമന്ത് ബിശ്വ ശർമ്മ വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് വേണ്ടെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടെ ഇത് പ്രാവർത്തികമാക്കുമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം തന്നെ BJPയിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. ഹിമന്ത് ബിശ്വ ശർമ്മയുടെ വെളിപ്പെടുത്തൽ വളരെ ഗൗരവകരമായി തന്നെ കോൺഗ്രസ് നേതൃത്വം പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ ഒരു വലിയ വിഭാഗം ചാഞ്ചാട്ടത്തിലാണുള്ളതെന്ന് നമുക്ക് കാണാം. K. സുധാകരനും VD സതീശനും മുൻനിരയിലെത്തിയപ്പോൾ മുതൽ തന്നെ സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വലിയ തോതിലുള്ള കൊഴിഞ്ഞുപോക്കാണ് ഉണ്ടായിട്ടുള്ളത്. അവരൊക്കെയും CPMന്റെയും BJPയുടെയും ഭാഗമായി തന്നെ ഇപ്പോൾ പ്രവർത്തിച്ചു വരികയും ചെയ്യുന്ന സാഹചര്യവും നിലവിലുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടർന്നാൽ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ ഒരു വലിയ അപജയം തന്നെ നേരിടേണ്ടി വരും. അങ്ങനെ സംഭവിച്ചാൽ 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ LDFന് എതിരെ മത്സരിക്കുന്ന പ്രധാന കക്ഷിയായി NDA മുന്നണി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല.